നമുക്ക് തന്നെ ഇപ്രാവശ്യത്തെ ഒരു നീറ്റ് പരിശോധിച്ചാൽ അറിയാം 2 ലക്ഷത്തോളം കുട്ടികളാണ് ആ രണ്ടാമത്തെ പരീക്ഷയിലേക്ക് അറ്റൻഡ് ചെയ്യാതിരുന്നത്. ആശങ്ക ഭയങ്കര വലിയ രീതിയിൽ തന്നെയുണ്ട്. കുട്ടികളുടെ ഒരു മോറൽ, ഈ സിസ്റ്റത്തിന് മുകളിലുള്ള ആ ഒരു ബിലീഫ്, ആ ഒരു വിശ്വാസം, അത് നഷ്ടപ്പെടുക, അത് ഭയങ്കര പ്രശ്നമാണ്. ഇത്രയ്ക്കും കുട്ടികൾക്കുള്ള സീറ്റില്ല. പ്രാവശ്യത്തിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ബേസ്ഡ് ചോർച്ചയാണ്. ഈ 20 ലക്ഷം പേര് ഇപ്പോൾ പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആകെ 1,37,000 സീറ്റുകളാണ് ആകെ അതിനകത്തുള്ളത്. 1,350 രൂപയാണ് എയിംസിലെ MBBSന്റെ ഒരു വർഷത്തെ ഫീസ്. പ്രൈവറ്റ് കോളേജിലെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ 30 ലക്ഷം അതിൽ കൂടുതൽ വരുന്ന ഫീസ് ഉള്ളതാണ്. നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു റാങ്കിലേക്ക്, ഗവൺമെന്റ് സീറ്റിലേക്ക് പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു പ്രൈവറ്റ് സീറ്റിലേക്ക് പോകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റും. പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യാൻ പോകും. 6 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് SC/ST വിഭാഗത്തിന് കൊടുക്കുന്ന അതേ വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇൻ്റഗ്രേറ്റഡ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പുതിയ സ്കൂളുകളൊക്കെ വരുന്നത് പക്ക ഇൻക്യുബേറ്റർ പോലെയാണ്. എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒന്നാണ് ഈ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസ് ആയതാണെന്ന് വെച്ചാൽ അത് മെഡിക്കൽ മേഖലയിൽ എപ്പോഴും അപ്ഡേറ്റഡ്. ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകുന്ന ആൾക്കാർ വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം ആ സിസ്റ്റത്തിനകത്ത് ആ ഒരു ഇൻക്യുബേറ്ററിൽ അങ്ങ് കയറി വരുമ്പോഴത്തേക്ക് അവർ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ പഠനം സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിശ്ചയിക്കുന്ന പരീക്ഷയാണ് നീറ്റ് എന്നത്. ഇപ്പോൾ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വീണ്ടും ചർച്ചയാകുമ്പോൾ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ആശങ്കയും ഏറുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നീറ്റ് പരീക്ഷയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് നീറ്റ് എക്സ്പേർട്ടും കരിയർ അഡ്വൈസറുമായ ഡോക്ടർ രഞ്ജിത്ത് നരയനാണ്. നമസ്കാരം സർ. നമസ്കാരം. നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ കോൺവെർസേഷൻ നടത്തുന്നത്. നിലവിലെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നു. ഈ ഒരു ഘട്ടത്തിലേക്കൊക്കെയാണ്. ഇപ്പം ഇങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്കുള്ളിൽ അമിതമായ ആശങ്ക ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഇനിയൊരു നീറ്റ് എക്സാം ഞങ്ങൾ എഴുതുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ ഞങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുമോ? അങ്ങനത്തെ ആശങ്കകളൊക്കെ കുട്ടികൾ പങ്കുവെച്ച് തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് സാറിന് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും ആശങ്ക ഭയങ്കര വലിയ രീതിയിൽ തന്നെയുണ്ട്. കാരണം വർഷങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ അത് കിട്ടുന്നത് ഈ നീറ്റ് പരീക്ഷയുടെ അവരുടെ വലിയ സ്വപ്നം നേടാനാണ്. മറ്റു കോഴ്സുകളെ പോലെ അല്ല നമ്മുടെ മെഡിക്കൽ കോഴ്സുകളിലേക്ക്. കാരണം നമുക്ക് ഏതൊരു വിദ്യാർത്ഥിയും ആഗ്രഹിച്ചാൽ മറ്റെല്ലാ കോഴ്സുകളും, ഇപ്പോൾ എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. മറ്റേത് കോഴ്സ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഒത്തിരി സീറ്റുകൾ അവൈലബിൾ ആണ്. കാരണം നമുക്കൊരു ഒരു പരിധിക്കകത്തുള്ള ഒരു ബജറ്റ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകൾ ഇന്ത്യയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീറ്റ് ക്വാളിഫൈഡ് ആവും. അത് രാജ്യത്ത് നടക്കുന്ന ഏക പരീക്ഷയാണ് അല്ലേ? അപ്പോൾ ഈ അഖിലേന്ത്യ നടത്തുന്ന ഈ പരീക്ഷയിൽ ക്വാളിഫൈഡ് ആയെങ്കിൽ മാത്രമേ നടക്കൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും, രാജ്യത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഇതിനെ നോക്കിക്കാണുന്നത് വലിയ ഹൈ പ്രയോറിറ്റിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ആൾക്കാർക്ക് ടെൻഷൻ കാണും. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും നടക്കാത്ത വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്രാവശ്യം നടന്നത്. പരീക്ഷ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തു 2026. അത് നിരാശാജനകമൊന്നും മാത്രമല്ല, അങ്ങേയറ്റം പ്രതിഷേധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം കഴിഞ്ഞ തവണ തന്നെ നീറ്റിൻ്റെ ആ ഒരു ചോർച്ച ചോദ്യപേപ്പറിൽ വന്നപ്പോൾ വലിയ രീതിയിൽ അതിന് പഠനം നടത്തുകയും, നമുക്കറിയാം ISROൻ്റെ മുൻ ചെയർമാനൊക്കെ നേതൃത്വത്തിലുള്ള ആ ഒരു കമ്മിറ്റിയൊക്കെ പഠിച്ച്, കമ്മീഷനൊക്കെ പഠിച്ച് അതിൽ വ്യത്യാസം വരുന്നത് നമ്മളെ തീർച്ചയായിട്ടും ഒത്തിരി പ്രതീക്ഷയിലാണ് പിന്നെയും കുട്ടികൾ എഴുതുന്നത്. കാരണം നമുക്ക് തന്നെ ഇപ്രാവശ്യത്തെ ഒരു നീറ്റ് പരിശോധിച്ചാൽ അറിയാം 2 ലക്ഷത്തോളം കുട്ടികളാണ് ആ രണ്ടാമത്തെ പരീക്ഷയിലേക്ക് അറ്റൻഡ് ചെയ്യാതിരുന്നത്. 22 ലക്ഷത്തിൽ ചില ആൾക്കാർ ഉണ്ടായിരുന്ന ആദ്യത്തെ തവണ എഴുതിയെങ്കിൽ പിന്നെ അത് 20 ലക്ഷത്തിന് താഴെ മാത്രം ആൾക്കാരായി. അപ്പോൾ അതിൻ്റെയൊക്കെ അലയൊലികൾ പിന്നീട് ഉണ്ടായി. കാരണം കട്ട് ഓഫിലൊക്കെ വലിയ രീതിയിൽ മാറ്റം വന്നു. ചരിത്രത്തിലെ ഇപ്പോൾ അടുത്ത കാലത്തിൽ 10 വർഷത്തെടുക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കട്ട് ഓഫിലാണ് നിൽക്കുന്നത്. ഇപ്രാവശ്യം 213 മാർക്കും അതിൽ കൂടുതലുള്ള കുട്ടികളാണ് ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 144 അത് തൊട്ട് മുമ്പത്തെ വർഷം 164. അപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. കുട്ടികൾ എഴുതുന്നതിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ട് അത് ഭയങ്കര വലിയ സർജ്. പിന്നെ കുട്ടികളുടെ ക്വാളിറ്റിയും കൂടിയുണ്ട്. പക്ഷേ ഈ തരത്തിൽ മാറ്റി വയ്ക്കുകയും ചോർച്ചകളൊക്കെ ഉണ്ടാകുമ്പം കുട്ടികളുടെ ഒരു മോറൽ, ഈ സിസ്റ്റത്തിന് മുകളിലുള്ള ആ ഒരു ബിലീഫ്, ആ ഒരു വിശ്വാസം, അത് നഷ്ടപ്പെടുക, അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റ് പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഈ ഒരു സിസ്റ്റത്തിലെ വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ ഇതിനകത്ത് പലതരത്തിൽ നടക്കും, അല്ലെങ്കിൽ ബാക്ക് ഡോർ എൻട്രീസൊക്കെ നടക്കും എന്നൊക്കെ കരുതുമ്പം ഒരു മൊത്തത്തിൽ എല്ലാവർക്കും ആശങ്കയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ശരിക്കും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ നീറ്റ് എക്സാം നടത്തുമ്പോഴേ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണം. ഒരു കരിയർ എക്സ്പേർട്ട് അല്ലെങ്കിൽ നീറ്റ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഈ പറയുന്നത് പോലെ നീറ്റ് പോലൊരു ദേശീയതല എക്സാമിൽ നടത്തുമ്പം ആ നടത്തിപ്പിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരേണ്ടതുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം പണ്ടത്തെ നീറ്റിൽ നിന്ന് അതിൻ്റെ നടത്തിപ്പ് മുതലെല്ലാം തന്നെ വ്യത്യാസമാണ്. ഇംപ്രവൈസ്ഡ് ആണ്. അതായത് ഓരോ വർഷത്തെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. പണ്ട് ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന കുട്ടികൾ നേരിടുന്ന പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന മുതൽ മൊത്തം ഒരു പ്രഷർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു മറ്റ് ബയോമെട്രിക് എടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ആ മനോഭാവം ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ അത് ഇംപ്രവൈസ് ആവുന്നുണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഇനി അടുത്ത വർഷത്തേക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ്, CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആവുന്നതാണ്. അത് വലിയൊരു പ്രഖ്യാപനമാണ്. അത് ഗുണമായിട്ട് വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പോൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് ഇംപ്രവൈസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സിസ്റ്റം ഡെവലപ്പ് ആയി വരുന്നത്. അപ്പം CBTയിലേക്ക് വരുമ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് തയ്യാറാവേണ്ടതുണ്ട്. കാരണം അതെ, അത് പറയുമ്പോൾ തന്നെ ഈ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ കേരള സിലബസ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികളും നീറ്റ് എക്സാം എഴുതുന്നവരാണ്. അവർക്ക് ഈ കമ്പ്യൂട്ടറിലുള്ള വിദ്യാഭ്യാസം എത്ര കണ്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കുട്ടികളെ ചിലപ്പം ഈ CBTയിലേക്ക് ഇത് മാറുമ്പോൾ അത് ബാധിക്കില്ലേ ഒരു പരിധിവരെ? ബാധിക്കും. അതിലെന്തൊക്കെ മുൻകരുതലുകളാണ് കുട്ടികളെ സ്വീകരിക്കേണ്ടി വരിക? കുട്ടികൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ആദ്യമായിട്ട് നീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് എടുക്കണം. അത്തരം സോഫ്റ്റ്വെയറുകളിലോ പിന്നെ അത് NTA തരുന്നുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. കാരണം നിലവിൽ നമുക്കറിയാം പഠനവും വേണം, ആ ഒരു ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന കുട്ടികൾക്കാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക. കാരണം ബബിൾ ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട്, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ അവിടെ പ്രധാനമാണ്. കാരണം ഒരിക്കൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പരീക്ഷയിൽ അത് നമുക്കത് മാറ്റി ചെയ്യാൻ പറ്റില്ല. പക്ഷേ CBTയിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ്. ഇപ്പോൾ നമ്മൾ മാറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ക്ലിക്കിംഗ് ആണല്ലോ. അപ്പോൾ അത് റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിൽ കടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസറിൽ വലിയ വ്യത്യാസം തോന്നുവാണെങ്കിൽ അത് തിരിച്ചു പോയിട്ട് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മറ്റേ ഫിസിക്കൽ പേപ്പർ OMR ഷീറ്റിലാവുമ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്ക് ചെയ്തത് പിന്നെ അത് മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം കുട്ടികൾ ഈ CBTയിലേക്ക് മെൻ്റലി പ്രിപ്പയർ ആവണം, അതിലേക്ക് അഡാപ്റ്റ് ആവണം. പക്ഷേ CBTയിലുള്ള പ്രശ്നങ്ങൾ അതല്ല. CBT നമുക്ക് ലോകം മൊത്തം അംഗീകരിച്ചൊരു സംവിധാനമാണെന്നുള്ളതാണ്. പക്ഷെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ കുട്ടികളുടെ ആ ഒരു ക്യാപ്പബിലിറ്റി അളക്കാനുള്ള ഒരു സംവിധാനമായിട്ട് നമുക്ക് CBT പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഫാക്ട് ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പെർസെൻറ്റേജ് ആ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ കുട്ടികൾ തയ്യാറാവണം. അപ്പം അത്തരം മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അത് സാധാരണക്കാരായിട്ട് കുട്ടികൾക്ക് കുറച്ച് പ്രയാസമാണ്. അപ്പം നാച്ചുറലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഒരു OMR ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമൺ സ്ക്രീനിങ് ടെസ്റ്റ് ആകുമ്പോഴാണ് ഒരു രാജ്യത്ത് മൊത്തം ഒരേ ദിവസം നടത്തുന്ന രീതിയിലാകുമ്പോൾ കുറച്ചും കൂടെ അതിന് നമുക്ക് ഒരു ഏകീകൃതമായിട്ടുള്ള അളക്കൽ നമുക്കത് പറയാൻ പറ്റും. നമുക്കറിയാലോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനെക്കാട്ടിയും കൂടുതൽ കുട്ടികളെ ഒരേ ദിവസം വെച്ച് പരീക്ഷ എഴുതി വളരെ സക്സസ്ഫുള്ളായി നടത്തുന്നുണ്ട്. ഇപ്പം തന്നെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച തടയാനായിട്ട് മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ആ ചോർച്ച തടയാനുള്ള മുൻകരുതൽ മുഴുവൻ എടുത്തില്ല എന്നുള്ളതും കൂടിയാണ്. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ബേസ്ഡ് ചോർച്ചയല്ല, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അത്തരത്തിലൊരു തീർച്ചയായിട്ടും അങ്ങനെയായിട്ടില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട പുറത്തുനിന്നുള്ള ഒരാൾ, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് അവസാന ദിവസങ്ങളിലൊക്കെ അയച്ച് അതൊക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ OMR തന്നെ നടത്തിയാലും കുഴപ്പമില്ല. കാരണം ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പരീക്ഷയുമാണ്. അത്തരത്തിൽ ഒരേപോലെ കുട്ടികളെ നമുക്കൊരു റാങ്കിങ് കിട്ടേണ്ടതുമാണ്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ CBTയിലേക്ക് മാറുകയാണെങ്കിൽ കുട്ടികൾ അതിനനുസരിച്ച് തയ്യാറെടുപ്പ് വേണ്ടി വരും. അത് കുറച്ച് പഠിക്കണം. ഇപ്പം സമരം നടക്കുന്നത് കുട്ടികൾ നീറ്റ് എക്സാമിൽ നടന്ന ക്രമക്കേടുകളും ചോദ്യപേപ്പർ ലീക്കായതും 21ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഈ ഇഷ്യൂസൊക്കെ മുന്നിൽ കാണിച്ചിട്ടാണ് ഇപ്പോൾ പ്രൊട്ടസ്റ്റ് നടക്കുന്നതും മന്ത്രി രാജിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഇതിനപ്പുറത്തേക്ക് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ടോ? അതും കൂടെ ഒന്ന് വ്യക്തമാക്കോ? തീർച്ചയായിട്ടും. കാരണം ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ ആവശ്യമാണ്. കാരണം ഈ സിസ്റ്റം ഒന്നും കൂടെ കൂടുതൽ ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഇതിലെ ക്രമക്കേടുകളൊക്കെ പുറത്തറിയുക തന്നെ വേണം. അപ്പോൾ ഇപ്പം തന്നെ നടക്കുന്ന ഈ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും വലിയ റിഫോമുകൾക്ക് കാരണമാവും. കാരണം അങ്ങനെയാണിത് മാറി വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം തുടക്കത്തിൽ തന്നെ പരീക്ഷയുടെ ഫീസൊക്കെ റീഫണ്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന ചെറിയ, അല്ലെങ്കിൽ അത് വലിയൊരു തീരുമാനം തന്നെ. കാരണം 22 ലക്ഷത്തോളം ആൾക്കാർക്ക് പേയ്മെൻ്റൊക്കെ റീഫണ്ട് ചെയ്തു, ഒക്കെ വലിയ തീരുമാനം തന്നെ. പക്ഷേ എങ്കിൽ പോലും
ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ടേക്ക് ഒരു കൂടുതലായിട്ട് അലർട്ടാവും, വിജിലൻ്റ് ആവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മെഡിക്കൽ നീറ്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളിപ്പോഴത്തെ പ്രതിഷേധങ്ങൾ, ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇനിയും വലിയ വിഷയങ്ങളുണ്ട്. കാരണം വെരി ഹൈ ആയിട്ടുള്ള ഫീസുകളാണ് പ്രൈവറ്റ് ഡീംഡ് കോളേജിലൊക്കെ ചാർജ് ചെയ്യുന്നത്. ഇത് NMC എന്ന് പറയുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ 2020 വന്നിട്ടുണ്ട്. അതിന് മുമ്പ് വരെ MCI എന്ന് പറയുന്ന ഒരു ബോഡിയായിരുന്നു, ഇതിൻ്റെ അപ്പെക്സ് ബോഡിയായിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. മൊത്തം പ്രശ്നങ്ങളും കൈക്കൂലി കേസുകളൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളായിരുന്നു. അതിനെ സപ്രസ് ചെയ്തൊക്കെ കുറച്ച് നാളും കൊണ്ട് കൊണ്ടുപോയെങ്കിലും പിന്നീട് ഈ കമ്മീഷൻ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ആയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ NMC വരുമ്പോൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫീസ് നിയന്ത്രണം. പ്രൈവറ്റ് കോളേജിലെ 50% സീറ്റും നമുക്ക് ഗവൺമെൻറ് അതാത് സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് ഫീസിന് തുല്യമായിട്ടുള്ള ഒരു ഫീസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ നീറ്റിൻ്റെ പ്രൊട്ടസ്റ്റിൽ കൂടെ നടത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യേണ്ട കാര്യം ഈ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കുറച്ചും കൂടെ കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം വലിയ ഫീസാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇറഗുലാരിറ്റീസ്, എക്സ്ട്രാ ഫീസ് വാങ്ങിക്കുന്നതായിക്കോട്ടെ, കേരളത്തിലടക്കം നമുക്കറിയാം 5 വർഷത്തെ ഫീസാണ് BDSനും MBBSനും വാങ്ങിക്കുന്നത്. ഇപ്പം ഒരു ഓർഡർ ഇറക്കി 4.5 വർഷത്തെ ഫീസേ പാടുള്ളൂ എന്നുള്ളത്. പക്ഷേ ആ തുക തന്നെ 4.5 വർഷം കൊണ്ട് അടയ്ക്കുന്ന രീതിയിലാണെങ്കിൽ ഇതിനൊരു തരത്തിലും വാല്യൂ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഫീസസ് ഒരുപാട് വാങ്ങുന്നുണ്ട്. ഇതിനൊക്കെ ഒരു കൃത്യമായിട്ട് തടയിടാനുള്ള ഒരു സംവിധാനങ്ങൾ, അതൊക്കെ കൂടെ ഈ സിസ്റ്റം സ്ട്രോങ് ആണ് വേണ്ടത്. സിസ്റ്റത്തിനെ നമ്മൾ തകർക്കുന്ന രീതിയിൽ പ്രതിഷേധം കൊണ്ട് കാര്യമില്ല. ഈ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഔട്ട്കംസ് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ഈ പറഞ്ഞ പോലുള്ള NMCയുടെ സ്ഥാപിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് തീർച്ചയായിട്ടും ഉയർത്തിക്കൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും വേണം, അത് ശരിയാക്കി എടുക്കുകയും വേണം. അതൊക്കെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഈ ഒരു പ്രതിഷേധത്തിൽ വെക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നീറ്റ് റാങ്കൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്, ആ സമയത്ത് നമ്മളിത് സംസാരിക്കുന്നത്. ഈ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, റാങ്ക് ലഭിച്ച ശേഷം ആദ്യം നീറ്റ് എക്സാമിന് അതിന് അവസരം കിട്ടിയ ഒരു കുട്ടി എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ ഒന്ന് വിശദമാക്കിയിട്ട് തരാമോ? നീറ്റിൽ പഠിച്ച് ആ പരീക്ഷ എഴുതുന്ന അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ശേഷമുള്ളത്. പോസ്റ്റ് നീറ്റ് ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പരീക്ഷയിൽ നടത്തിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ജോലി. അതായത് പരീക്ഷ നടത്തുന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നു. ഇതിന് ശേഷമാണ് റിയൽ ഗെയിം എന്ന് പറയുന്നത്. അതായത് കൗൺസിലിംഗ് പ്രോസസ്സുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കുട്ടികളുടെ റാങ്കാണ് വരുന്നത്. അതിനകത്ത് ക്വാളിഫയിങ് പെർസെൻറ്റ് ഇപ്പോൾ ഈ വർഷത്തെ പറയുകയാണെങ്കിൽ 213 മാർക്കും അതിൽ കൂടുതൽ കിട്ടിയത്. SC ST OBC ആണെന്നുണ്ടെങ്കിൽ 177 മാർക്കും അതിൽ കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഇത്രയും കുട്ടികൾ ഇത് എടുക്കാൻ അർഹതയുണ്ട്. ഈ മെഡിക്കൽ കോഴ്സുകളിലേക്ക് പോകാനുള്ള അർഹത ഇവർക്കുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും കുട്ടികൾക്കുള്ള സീറ്റില്ല. ഇപ്പോൾ ഈ പരീക്ഷയുടെ പ്രത്യേകത എഴുതിയതിൽ പകുതി പേര് ജയിക്കും എന്നുള്ളതാണ്. 100 പേര് എഴുതി കഴിഞ്ഞാൽ 50 പേര് അതിനകത്ത് ജയിക്കും. അവരുടെ മാർക്ക് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടി മുതൽ ഏറ്റവും താഴെ മാർക്ക് കിട്ടുന്ന കുട്ടിയെ ഒരു ലിസ്റ്റായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ അതിനകത്ത് കറക്റ്റ് നടുക്ക് നിൽക്കുന്ന 50 നിൽക്കുന്ന അല്ലെങ്കിൽ 50% എന്ന് പറയുന്ന ആളാണ്. അവരുടെ മാർക്ക് എന്താണോ അതാണ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ കട്ട് ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലി ഈ പറഞ്ഞ ഈ മാർക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ അവർക്ക് എടുക്കാൻ അർഹതയുണ്ട്. ഈ 20 ലക്ഷം പേര് ഇപ്പോൾ പ്രാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആകെ 1,37,000 സീറ്റുകളാണ് ആകെ അതിനകത്തുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ നോക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൽ ചിലവാണ് ആ ആളുകളിൽ ഇത്രയും സീറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വിവിധ തരം കോളേജുകളുണ്ട്. ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, PSI പോലുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇനി പ്രൈവറ്റ് കോളേജസ് എന്ന് പറഞ്ഞിട്ട് വിഭാഗമുണ്ട്. അതിന് പുറമെ നമ്മൾ ഇപ്പോൾ ചില സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതിന് പുറമെ ഇന്ത്യ തലത്തിൽ മൊത്തത്തിൽ കോൺസിഡർ ചെയ്യുന്ന ഡീംഡ് കോളേജുകൾ. അപ്പോൾ പിന്നെ നമുക്കറിയാം എയിംസ് പോലെയും അതേപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വേറെയുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സീറ്റ് കോളേജുകളിൽ കിടക്കുന്നത്. പെണ്ണുരിച്ചിലാണ് കോളേജുകളുണ്ട് മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ. അപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നതാണ് ഈ സീറ്റ് അലോക്കേഷൻ പ്രോസസ്സ്. ഇതിൽ നമ്മൾ എവിടെയൊക്കെ നോക്കുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കുന്നു, എങ്ങനെ നമ്മൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എവിടങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നീറ്റിൽ റിസൾട്ട് അറിഞ്ഞാൽ ഒരു കുട്ടി ചെയ്യേണ്ടത് അവരുടെ സാധ്യതകൾ കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങളുടെ റാങ്ക് വെച്ച് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, ഏതെല്ലാം കാറ്റഗറിയിലാണ് സാധ്യത. നമുക്കറിയാം നീറ്റിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിഫൈഡ് ആയ തന്നെ അഡ്മിഷൻ എടുക്കാം. പക്ഷേ ഉയർന്ന ഫീസാണ്. അപ്പോൾ അത് NRI കോട്ടയോ അതർ കോട്ട എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം 1350 രൂപയാണ് എയിംസിലെ MBBSൻ്റെ ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് തന്നെ പ്രൈവറ്റ് കോളേജിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ 30 ലക്ഷം അതിൽ കൂടുതൽ വരുന്ന
ഫീസ് ഉള്ളതാണ്. ചില കോളേജുകളിലൊക്കെ 45 ലക്ഷം രൂപ വരെ വരുന്നുണ്ട്. NRI ആകുമ്പോൾ പിന്നെ അതിന് മുകളിലേക്ക് വരുന്ന ഫീസുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കോളേജുകൾ, ഓപ്ഷൻസ്, ചോയ്സസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ അഫോർഡബിലിറ്റി നോക്കണം. അപ്പോൾ റിസൾട്ട് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. അപ്പം ഒന്ന് നമ്മൾ മാർക്കും റാങ്കും ഒന്ന് വെച്ച് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിൽ നമുക്ക് ഏതിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് അടുത്ത സ്ക്രീനിൽ നമുക്ക് വേണേൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് വയ്ക്കാം. ഫീസ് അഫോർഡബിൾ ആവുന്ന റേഞ്ചിലേക്ക് ഓപ്ഷൻസ് ഉണ്ടോ. ഇനി MBBS അല്ലാതെ തന്നെ മറ്റു ഓപ്ഷൻ, ഇപ്പോൾ ഈ റിസൾട്ട് വന്നാൽ നമുക്ക് ഏതൊക്കെ കിട്ടും എന്നുള്ള ഓപ്ഷൻസ് നമുക്കറിയാം. അടുത്ത കോഴ്സുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ, അത് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണോ, BDS നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് മറ്റ് അലൈഡ് കോഴ്സുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ആയുഷ് കോഴ്സുകൾ എന്ന് പറയാം, BAMS ആയുർവേദ, BHMS, അതുപോലെ തന്നെ മറ്റ് യുനാനിയോ അല്ലെങ്കിൽ അവർക്ക് BUMS എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള കോഴ്സുകളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നീറ്റ് ബേസ് ചെയ്തിട്ടുള്ള പോകുന്നത്. ഇനി ഇതല്ലാതെ ഒത്തിരി കോഴ്സുകളുണ്ട്. അപ്പോൾ നീറ്റ് ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ഓപ്ഷൻസ്, കോഴ്സ് ആൻഡ് കോളേജസ് പ്ലാനിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഈ നീറ്റ് എക്സാം കഴിഞ്ഞ് നമ്മൾ കോളേജിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അടുത്ത പടി വെക്കുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കോ? സർക്കാർ കോളേജിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും കുട്ടികളാണെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സർക്കാർ കോളേജിൽ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം ഫൈനാൻഷ്യലി വളരെ കുറഞ്ഞൊരു ഫീസ്. ഞാൻ പറഞ്ഞല്ലോ, എയിംസിലൊക്കെ ആണെങ്കിൽ 1350 രൂപ. ഇനിയിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 26,000 ചിലവാനേ ഉള്ളൂ. ഇനി ഇന്ത്യയിൽ തന്നെ മൊത്തം നോക്കുകയാണെങ്കിൽ ചില കോളേജുകൾ മാത്രമാണ് 1 ലക്ഷത്തിൻ്റെ മുകളിൽ, ചില സംസ്ഥാനങ്ങളിൽ. ഇപ്പോൾ കർണാടകയിൽ 1 ലക്ഷത്തിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ 1-2 സ്ഥലങ്ങളുമാണ്. ബാക്കിയൊക്കെ ഏതാണ്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരു ഫീസ് സ്ട്രക്ചറിലാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഫീസ് കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഫ്രീഡം ഓവർ പേഷ്യൻസ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് ഈ പറഞ്ഞ 5.5 വർഷവും പ്രത്യേകിച്ച് CRI നമ്മുടെ അവർ ഒരു റൊട്ടേറ്ററി ഇൻറ്റേൺഷിപ്പ് ടൈമിലൊക്കെ നല്ലപോലെ പേഷ്യൻ്റ് ഇൻട്രാക്ഷനും എല്ലാത്തിലും ഇടപെടാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് കോളേജസ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമുക്ക് തീർച്ചയായിട്ടും നല്ല കോളേജുകൾ പ്രൈവറ്റ് മേഖലയിലുണ്ട്, ഡീംഡ് കോളേജുകളുണ്ട്, ഞാൻ നേരത്തെ പോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ ഫീസ് കുറവാണ്, പേഷ്യൻ്റ് ഫ്രീഡം ഉണ്ട്, പിന്നെ ഒത്തിരി നല്ല സ്റ്റാഫുകളെ കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു നല്ല അലുമിനി നെറ്റ്വർക്കും ഗവൺമെൻറ് തന്നെയാണ് എല്ലാവരുടെയും പ്രിയോറിറ്റി യഥാർത്ഥത്തിൽ. ഈ കുറഞ്ഞ മാർക്ക് ലഭിച്ചാൽ വിദ്യാർത്ഥികൾ 1 വർഷം കൂടി പിന്നെയും അത് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് നിർത്തി അടുത്ത പടി എന്താണ്, അത് ചൂസ് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? ശരിക്കും ഒരു വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടത്? മാം പറഞ്ഞു കേൾക്കുമ്പോൾ 1 വർഷം എന്ന് പറയുമ്പോൾ സത്യത്തിൽ 1 വർഷം എന്നല്ല. ഇപ്പോൾ പല കുട്ടികൾ 8ാം ക്ലാസ് മുതലൊക്കെ തുടങ്ങുന്നത് നേരത്തെ ഏർലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് വേറൊരു വിഭാഗം. പിന്നെ റിപ്പീറ്റ് തന്നെ 3-4 ഇയേഴ്സൊക്കെ പോകുന്നുണ്ട്. സത്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയിൽ നല്ലപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു റാങ്കിലേക്ക്, ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് പോകാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു പ്രൈവറ്റ് സീറ്റിലേക്ക് പോകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റും. പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ചെയ്യാൻ പോകാം. കാരണം റിപ്പീറ്റ് കഴിഞ്ഞ് ഒരു റിപ്പീറ്റ് വരെയൊക്കെ നമുക്ക് നോക്കാം, പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് പോകുന്ന നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അത് ഒരുപാട് സമയം അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത്, അങ്ങനെ ഇപ്പോൾ ട്രെൻഡുണ്ട്, അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. നമുക്കത് വളരെ ഉറപ്പുണ്ട് അടുത്ത ഇതിനകത്ത് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഒത്തിരി വേറെയും ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് കരിയർ MBBS മാത്രമാണോ നീറ്റ് എഴുതി കിട്ടിയാലുള്ള കരിയർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീറ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കരിയർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ കരിയർ? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കോഴ്സുകളിലെ നീറ്റ് വഴി പോകാൻ പറ്റുന്ന കോഴ്സുകൾ, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ തിരഞ്ഞെടുപ്പിനും കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയേണ്ടത്. അത് പലപ്പോഴും മെഡിക്കൽ മേഖലയ്ക്ക് പോകുന്നവർ സ്വന്തമായിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് പോകുന്നവരുണ്ട്. പക്ഷേ അതല്ലാതെ ഒരു സിസ്റ്റം പ്രഷർ അല്ലെങ്കിൽ പാരൻസ് ഫാമിലി പ്രഷർ ഉണ്ടാവും. പിന്നെ ഇനി ഫ്രണ്ട്സ്, അങ്ങനെ പിയർ പ്രഷർ നമുക്ക് പറയാം. പിന്നെ ഇപ്പോഴും ട്രെൻഡിൻ്റെ പ്രഷറുണ്ട്. ഓക്കെ, മെഡിക്കൽ എൻജിനീയറിങ്ങിന് ഇപ്പോൾ അത്രയില്ല, പക്ഷെ മെഡിക്കൽ എന്ന് പറയുന്നതിനകത്തേക്ക് ഇപ്പോഴും ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. പക്ഷെ അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പ്രോപ്പർ കരിയർ പ്ലാനിങ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് നമ്മുടെ സ്കിൽ സെറ്റ്, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് പോകും. MBBSനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കരിയർ ഡീറെയിൽ ചെയ്യുന്ന കുട്ടികൾ കുറവാണ്. പക്ഷേ മറ്റു കോഴ്സുകൾ അങ്ങനെയല്ല. കാരണം BDS ഒക്കെ നമുക്കറിയാം, ഒത്തിരി പേര് ഡീറെയിൽ ചെയ്ത് മറ്റ് മേഖലയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ആയുർവേദത്തിലും ഉണ്ട്, മറ്റെല്ലാ കോഴ്സുകളും അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കരിയർ പ്ലാൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ
നമുക്ക് കുറേ നിരാശകളുണ്ടാവും. മെഡിക്കലിൽ പൊതുവെ അത് എന്തുകൊണ്ടാണ് കുറവ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഫ്യൂച്ചറിലുണ്ട്. ഓൾമോസ്റ്റ് 80-ൽ പരം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വ്യക്തികളും അവരുടെ ആ ഒരു കരിയറിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അതിനകത്ത് ഓപ്ഷൻസ്. ഇതിൽ നമ്മൾ കൂടി ചോദിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മാതാപിതാക്കൾ ഭയങ്കരമായി ഇതിൽ ഇടപെടുമല്ലോ. അവർ എത്രത്തോളം ഒരു കുട്ടികൾ അവരുടെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ എത്രത്തോളം ഇടപെടണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിനാണ് ആ കരിയർ പ്ലാനിങ് കൃത്യമായിട്ട് നടത്തുക. അതിനകത്ത് മേഖലയ്ക്കുള്ള ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അതിനുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ മാത്രം അവരെ നിർബന്ധിക്കുക. കാരണം എല്ലാവർക്കും തിളങ്ങാൻ പറ്റുന്ന ഒരു മേഖലയല്ല. അതിനകത്തുള്ളൊരു ഗുണം ഒരു മിനിമം ഗ്യാരണ്ടി, ഒരു സേഫ്റ്റി നെറ്റ് ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഈ മെഡിസിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80ഓളം സ്പെഷ്യലൈസേഷൻ വരുമ്പം ഏതാണ്ട് എല്ലാ വിഭാഗം ആൾക്കാരെയും അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് അതിനകത്ത് വഴിയുണ്ട്. ഇനി കുട്ടികളുടെ അടുത്തൊക്കെ ഇഷ്ടപ്പെട്ട് ഇടപെടാൻ പറ്റുന്നവർക്ക് പീഡിയാട്രിക്സിൽ പോകാം, കുറച്ച് സർജറി താല്പര്യമൊക്കെ അങ്ങനെ പോകാം. ഇനി പേഷ്യൻസിനെ കാണണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിന് പറ്റുന്ന നോൺ ക്ലിനിക്കൽ പരിപാടികളുണ്ട്. ഇനി ഒരു അധ്യാപകൻ്റെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അധ്യാപകനായിട്ട് പ്രൊഫസറായിട്ട് മുമ്പോട്ട് പോകാം. ഇങ്ങനെ ഒരു ഒത്തിരി സ്പെഷ്യലൈസേഷൻ ഉള്ളതുകൊണ്ട് അവർക്കതൊരു PGയിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനകത്ത് വലിയ പ്രശ്നം, സേഫ്റ്റി നെറ്റ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ മറ്റ് കോഴ്സുകൾക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് കരിയർ പ്ലാൻ ചെയ്യുക. സേഫ്റ്റി നെറ്റാണെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകരുത്. പാരൻസ് ശ്രദ്ധിക്കാം. മക്കളെ നിർബന്ധിച്ച് തള്ളിവിടുമ്പോൾ നമുക്ക് തന്നെ അറിയാം കേരളത്തിലൊക്കെ പല പ്രയാസങ്ങളും കുട്ടികൾക്ക് നേരിട്ട് അവർ ജീവിതം തന്നെ അവസാനിപ്പിച്ച കാര്യം. കാരണം അവരുടെ മേഖലയല്ല. അവർക്ക് ഈ പറഞ്ഞ മെഡിക്കലും ബ്ലഡും കാര്യങ്ങളും ഡെഡ് ബോഡിയും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വലിയ പ്രയാസമാണ്. അങ്ങനെയാണ് പലരും ഇതൊക്കെ ജീവിതം അവസാനിപ്പിക്കുക പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പം നിർബന്ധിച്ച് തള്ളിവിടരുത്. പ്രോപ്പറായിട്ട് ഒരു കരിയർ പ്ലാൻ ചെയ്ത് പോവുക. പലപ്പോഴും മെഡിക്കൽ മേഖലയിലേക്ക് പോകുന്നവർ, ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റി നെറ്റ്, നാട്ടിലൊക്കെ ഉള്ള റോൾ മോഡൽസ് ഉണ്ടാവും, അവരുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിരിക്കും പലർക്കും ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, പ്രോപ്പർ കരിയർ പ്ലാനിങ് തന്നെയാണ് വേണ്ടത്. അതുപോലെ ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ? കാരണം ഇത് ഫീസ് ഒരു വലിയ ഘടകമാണല്ലോ ഈ മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലയിൽ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്തെടുക്കാം എന്നുള്ളതും കൂടെ ഒന്ന് വ്യക്തമാക്കാം. തീർച്ചയായിട്ടും കേരളത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് SC ST അതേപോലെ OEC എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു കാറ്റഗറൈസേഷൻ പോലെയാണ്. അത് OBC-ക്കാരാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന 6 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് SC ST വിഭാഗത്തിന് കൊടുക്കുന്ന അതേ വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫീസ് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കും. ഹോസ്റ്റൽ സഹിതമുള്ള മുഴുവൻ ഫീസ് ഏറ്റെടുക്കും. അതാണ് നമുക്ക് എളുപ്പത്തിൽ ഇവിടെ കിട്ടുന്ന ഒരു കാര്യം. ഇനി നമുക്ക് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, ഇപ്പം BPL കുടുംബങ്ങളിലാണെങ്കിൽ നമുക്ക് മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ NRI ഫീസിൻ്റെ എക്സ്ട്രാ ഫീസ് വാങ്ങിക്കുന്ന അതിനുൾപ്പെടെയുള്ള ഫീസിനകത്ത് എന്നുള്ള രീതിയിൽ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഇപ്പം അത് കുറച്ചുകൂടെ കോളേജിൻ്റെ കയ്യിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. മറ്റ് കേസുകളൊക്കെ ആയിട്ട് അവർ ജയിക്കുന്നതും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കോളേജിൽ, അതായത് നമ്മൾ കോളേജിലാണ് അതിൻ്റെ ഇപ്പം അത് കൊടുക്കേണ്ടത്. പിന്നെ അത് കമ്മിറ്റി തീരുമാനിച്ച് കിട്ടുന്ന BPL-ന് മുഴുവൻ സ്കോളർഷിപ്പോട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇതിന് പുറമെ മറ്റ് വിഭാഗങ്ങൾക്ക് അവർക്ക് നമുക്ക് കേരളത്തിലേക്കുള്ള സ്കോളർഷിപ്പ് പോർട്ടൽ വഴി കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. പിന്നെ പല ജീവകാരുണ്യ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ സംഘടനകളൊക്കെ, പക്ഷെ അതൊന്നും വലിയ നമ്പറിൽ കണ്ടിട്ടില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്ന കണ്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പേര് പറഞ്ഞ് ഒരുപാട് സ്കാമുകളും നടക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അതിന് അപ്ലിക്കേഷന് ഫീസ് കൊടുക്കണം അങ്ങനെയൊക്കെ. പക്ഷേ ഇവർ ഇതിനകത്ത് 1 ലക്ഷത്തോളം ആളുകളുടെ നിന്നൊക്കെ അപ്ലിക്കേഷൻ 1000 രൂപയും 2000 രൂപയും വാങ്ങിക്കുമ്പോൾ പിന്നീട് ഇവർ അതിനകത്ത് 1-2 പേർക്ക് ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം. പക്ഷേ ഈ പൈസ കൊടുത്തിട്ടുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫീ വാങ്ങിച്ചുള്ള സ്കോളർഷിപ്പൊക്കെ പൂർണ്ണമായിട്ടും പാരൻസ് ഒഴിവാക്കുക. നീറ്റ് എക്സാം റിസൾട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന കുട്ടികളെ അവരുടെ കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പം ഈ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴാണ് ഞാൻ ഇതിന് പ്രിപ്പയർ ആവേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് ഇതിന് തയ്യാറെടുക്കേണ്ടത്? അങ്ങനെ ഒരു സമയമുണ്ടോ? അല്ലെങ്കിൽ ഇത് ഇതിനൊപ്പം തന്നെ സ്കൂൾ പഠനം ബാലൻസ് ചെയ്ത് പോകണമല്ലോ. അപ്പം ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം? ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ചുവട് വെക്കേണ്ടത്? അതും കൂടെ ഒന്ന് വിശദമാക്കാമോ? ഇപ്പോഴത്തെ ട്രെൻഡ് എയർലി ആയിട്ട് തുടങ്ങുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ അത് കുട്ടികൾക്ക് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പം നേരത്തെ തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഫോക്കസ്ഡ് ആവുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പം നീറ്റാണെങ്കിൽ നീറ്റിലേക്ക്, അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ നേരത്തെ തുടങ്ങുമ്പം നമ്മുടെ ലക്ഷ്യം കുറച്ചുകൂടെ ക്ലാരിറ്റി ആവുന്നതുകൊണ്ട്
ആ ടൈം അവിടെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ആവുക എന്നുള്ളതാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് അറിഞ്ഞ് അനുഭവിച്ച് ഒക്കെ വളരേണ്ടതാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം നേരത്തെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ പോകാം. അതൊക്കെ പ്രോപ്പർലി കരിയർ പ്ലാൻ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം ശരിക്കും യൂട്ടിലൈസ് ആകും എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ ഒന്നും ജീവിതം ഹോമിച്ചുകൊണ്ടാവരുത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു ഇതൊന്നും മൊത്തത്തിൽ മാറ്റി വെച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ്. നേരത്തെ തുടങ്ങിയാൽ തീർച്ചയായിട്ടും വിജയിക്കും എന്നുള്ളതാണ്, കൂടുതൽ സാധ്യതകൾ കൂടും. പക്ഷേ ഇപ്പോഴത്തെ ഇൻ്റഗ്രേറ്റഡ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പുതിയ സ്കൂളുകളൊക്കെ വരുന്നത് പക്ക ഇൻക്യുബേറ്റർ പോലെയാണ്. ഒരു നീറ്റ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ സാറ് എന്താ പറയുന്നത്, അതായത് +2 കഴിഞ്ഞിട്ട് ഒരു വർഷം നീറ്റ് കോച്ചിങ് ചെയ്ത് എക്സാം എഴുതണം എന്നാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏർലി അത് 8ാം ക്ലാസ് മുതലോ 9ാം ക്ലാസ് മുതലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം? ഏതായിരിക്കും കുട്ടികൾക്ക് ചൂസ് ചെയ്യണമെന്ന് സാറ്? ഞാനത് നീറ്റ് എക്സ്പേർട്ടിന് അപ്പുറത്തേക്ക് ഒരു കരിയർ അഡ്വൈസർ എന്ന നിലയ്ക്ക് ഒരു പ്രോപ്പർ കരിയർ പ്ലാനിങ് എടുത്ത് അതിൽ മെഡിക്കലാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങാമെന്നുള്ളതാണ്. ഇതല്ല, അത് തീരുമാനിക്കാൻ വൈകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് +2 പഠിച്ച് കഴിഞ്ഞിട്ടും പോവാം. അപ്പോൾ ഒരു 1 ഇയർ വേണമെങ്കിൽ നമുക്ക്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏതിലേക്കും പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അക്കാദമിക് സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന ഒരാൾക്ക് തന്നെ മറ്റു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അതിനകത്ത് മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പം അത്രയും പ്ലാൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അക്കാദമിക്സിൽ വേണമെങ്കിൽ ഫോക്കസ് ചെയ്ത് 1 ഇയർ പ്രോപ്പർലി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ NCERT സിലബസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അതും തെറ്റില്ല. ഇനി അവരത് ഷുവർ അല്ല ഏതിലേക്ക് പോകണം എന്നുള്ളത് ഷുവർ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ആസ് എ കരിയർ അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് കരിയർ പ്ലാനിങ് ചെയ്ത് ഏതാണെന്ന് ഉറപ്പിക്കുക, എന്നിട്ട് അതിനകത്തേക്ക് റൈറ്റ് എഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ തന്നെ കരിയർ ടെസ്റ്റ് ചെയ്യുക. അവരുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പ്രകടിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊരു പറയാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുന്ന പ്രായം, അതിപ്പം 7ാം ക്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല. ആ കുട്ടിയെ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് നമുക്കൊക്കെ പറഞ്ഞു തന്നതിന് നമുക്ക് അതിനനുസരിച്ച് ആ ടെസ്റ്റുകൾ എടുത്തിട്ട് പ്രോപ്പർലി ടെസ്റ്റുകൾ എടുത്തിട്ട് അത് പറയാൻ പറ്റുന്ന ആ ഒരു പ്രായം മുതൽ അവർക്ക് ഫോക്കസ് ചെയ്ത് പോവാം. ഈ നീറ്റ് കോച്ചിങ് ഓൺലൈനായിട്ട് പഠിക്കുന്നതാണോ ഓഫ്ലൈൻ ആയിരിക്കുമോ കുറച്ചും കൂടി ഫലപ്രദം? എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ നീറ്റ് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് ഇത്രയധികം ആൾക്കാരിൽ നിന്ന് നമുക്ക് ക്വാളിഫൈ ചെയ്തിട്ട് വേണം ഇവിടെ എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഓൺലൈനിലൊക്കെ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് എത്രമാത്രം അതിലേക്ക് ഫുള്ളി കമ്മിറ്റഡ് ആവാൻ പറ്റും എന്നുള്ളൊരു വിഷയമുണ്ട്. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ നടക്കുന്നത്. അവരവിടെ പിടിച്ചിരുത്തി ഒരു ഇൻക്യുബേറ്റർ മോഡൽ തന്നെയാണ്. അപ്പോൾ അവരതിനനുസരിച്ച് കോച്ചിങ്ങിന് അപ്പുറത്തേക്ക് ഇൻക്യുബേറ്റ് ചെയ്തങ്ങ് എടുക്കും. ഒരു കുട്ടി സ്വന്തമായിട്ട് ഓൺലൈനിൽ പഠിക്കുമ്പോൾ ഏറ്റവും മികച്ച ഗോൾ സെറ്റ് ചെയ്ത ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓൺലൈനിൽ അവരെ നിയന്ത്രിക്കാനൊന്നും ആരുമില്ല, അവരെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ ആരുമില്ല, മറ്റത് എല്ലാം നടക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടും ഈ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന ആൾക്കാർ വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം ആ സിസ്റ്റത്തിനകത്ത് ആ ഒരു ഇൻക്യുബേറ്ററിൽ അങ്ങ് കയറി വരുമ്പോഴത്തേക്ക് അവർ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ NCERT പുസ്തകങ്ങൾക്ക് നീറ്റ് തയ്യാറെടുപ്പിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? അത് എത്രത്തോളം നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും? നീറ്റിൻ്റെ ഒരു ബേസിക്കായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് NCERT, കാരണം രാജ്യത്ത് മൊത്തത്തിൽ നടക്കുന്നതായതുകൊണ്ട് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് അതിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസും ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ NCERT തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഈ മോക്ക് ടെസ്റ്റുകളും മുൻവർഷ ചോദ്യപേപ്പറുകളൊക്കെ പരീക്ഷയിൽ വിജയിക്കാൻ എത്രത്തോളം സഹായിക്കും? തീർച്ചയായിട്ടും ഇത് ഈ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ. അപ്പോൾ എത്രമാത്രം ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പോകുന്നുണ്ട് എന്നുള്ള, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു 20,000 ക്വസ്റ്റ്യൻസ് ഒരു കുട്ടി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി അയാൾക്ക് ഉത്തരം തരാൻ കഴിയുന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും അയാളൊരു ഗവൺമെൻറ് സീറ്റിലേക്ക് കയറിപ്പെടാനുള്ള സാധ്യത കൂടുതൽ. കാരണം അത്രയധികം ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട്. ഇനി ഒരു 10,000 ഉണ്ടെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് അത് കൃത്യമായിട്ട് അറിയണം. 10,000 ക്വസ്റ്റ്യൻസിന് സോൾവ് ചെയ്തിട്ടുള്ള ഒരു ഇത് ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു രൂപത്തിലുള്ളത് തന്നെയായിരിക്കും. അത്രയും ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, സാധ്യത കൂടുതലാണ്. സാർ ഇപ്പോൾ കുറേ വർഷമായിട്ടുണ്ടാവുമല്ലോ ഈ ഫീൽഡിൽ. സാധാരണയായി നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ചെയ്യുന്ന തെറ്റെന്താണ്? അത് ചെയ്യാതിരിക്കാൻ നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ CBTയിലേക്ക് മാറുമ്പോൾ അത് കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ OMRലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുട്ടികൾ ബബിൾ ചെയ്യുന്നതിനകത്ത് തെറ്റായിട്ട് ബബിൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, കാരണം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഒത്തിരി ക്വസ്റ്റ്യൻസ് ആവശ്യമില്ലാതെ അറ്റൻഡ് ചെയ്തിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസിനും പോയി അറ്റൻഡ് ചെയ്യും. നെഗറ്റീവ് മാർക്കും കൂടെ വരുമ്പം അതവർക്ക് വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. പിന്നെ ഈ പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് പരീക്ഷാ പേടി വലിയ രീതിയിൽ അവർക്ക് വരുന്നത് അതിപ്പോഴും നമുക്ക് കാണാം. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവസാനത്തിൽ പരീക്ഷയ്ക്ക് അടുക്കുമ്പോഴത്തേക്ക്
ടെൻഷൻ, അതുപോലെ തന്നെ വയറുവേദന, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ സമയത്തൊക്കെ കുറച്ചുകൂടെ ഫുഡ് അടക്കമുള്ള കാര്യം കൺട്രോൾ ചെയ്യണം. പിന്നത്തെ ഏറ്റവും വലിയ പഠനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് നമ്മൾ ഇതൊക്കെ പീക്ക് പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. വളരെ ചെറിയതായിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കണം. പഠനത്തിൽ കോംപ്രമൈസ് ഇല്ല. ഇവർ നേരത്തെ കൂട്ടിയെ ഒരു 1 month മുമ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കയറി അതെല്ലാം പഠിച്ച് സോൾവ് ചെയ്യാൻ തന്നെ അറിഞ്ഞിരിക്കണം. പിന്നീടുള്ള ആ ഒരു ലാസ്റ്റ് 1 month ഓൺലി ക്വസ്റ്റ്യൻസ്. ഈ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പൊതുവെ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു പ്രവണതയെ നമ്മൾ കാണാറുണ്ട്. ഇത് ഒരു പരിധിവരെ ഇവരെ മൊത്തത്തിൽ അതിൽ ഇൻവോൾവ് ആയി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അവരുടെ ശ്രദ്ധ തിരിക്കുന്നില്ല. നമുക്കറിയാലോ, നമുക്കൊരു ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴത്തെ പിള്ളേരെന്നില്ല എല്ലാവരും തന്നെ പെട്ടെന്ന് ഒരു ഡോപ്പൻ ബൂസ്റ്റ് കിട്ടാൻ നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് വിട്ടു നിൽക്കുമ്പം ആ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ വേറെ ശ്രദ്ധ, അല്ലെങ്കിൽ അത് ഡിസ്ട്രാക്റ്റ് ആവുന്നില്ല, മാറിപ്പോകുന്നില്ല. അപ്പം അതൊക്കെയാണ് ഈ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇവർക്കും തമ്മിലുള്ള ഒരു കോച്ചിങ് സെൻറ്ററിലൊക്കെ പോകുമ്പോഴുള്ള വ്യത്യാസം. അവരതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതായതുകൊണ്ട് ആ ടൈം അവർ ഷോർട്ട് ആൻഡ് മെമ്മറിയിൽ ഇതിന് തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ഒരു ടോക്സിക് ആയിട്ടുള്ള ആ ഒരു ഓപ്പറേഷനിൽ നിന്ന് മാറി അവർ ഒഴിവാക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. നമ്മൾ പൊതുവേ ഈ സമൂഹത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഡോക്ടറിൻ്റെ മക്കൾ ഡോക്ടറാവും. അതുപോലെ ഈ അക്കാഡമിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഭാവിയിൽ അവൾ ഡോക്ടറാണ്, അല്ലെങ്കിൽ അവൻ ഡോക്ടർ ആവണം എന്നാണ് മാതാപിതാക്കളും സമൂഹവും ഒക്കെ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ട ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ വേണ്ടല്ലോ, പേഷ്യൻസ് വേണം, ആളുകളെ ഡീൽ ചെയ്യാൻ പറ്റണം, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആ ഒരു ഘട്ടത്തിൽ എന്തൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് കുട്ടികൾ ആലോചിക്കണമല്ലോ. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? മെഡിക്കൽ മേഖലയിലേക്ക് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, മാം പറഞ്ഞ പോലെ, അത് വാല്യൂസ് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ നമുക്കൊരു സെൽഫ് ഗിവിങ് എന്ന് പറയുന്നൊരു വാല്യൂ, അതുപോലെ കെയർ എന്ന് കൊടുക്കുന്നതിൽ സന്തോഷം കിട്ടുന്ന ഒരാളാണ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ പലരും നോക്കുന്നത് വെച്ചാൽ ഒരു വലിയ സാമ്പത്തിക ഒരു ഉയർച്ച എന്ന് പറഞ്ഞാൽ, ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ വാല്യൂ ഒക്കെ നോക്കണം. അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന, അതേപോലെ അധികാരം, അതുപോലെ നമുക്ക് ആ ഒരു ഇങ്ങനത്തുള്ള വാല്യൂസ് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മെഡിക്കൽ മേഖലയിൽ പോകുമ്പോൾ ഉണ്ട്. ആ ജോലിയിൽ അത് കിട്ടുകയും ചെയ്യും. റെക്കഗ്നീഷൻ എന്ന് പറയുന്ന വാല്യൂ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതൊക്കെ ഇതിനകത്ത് കിട്ടും. പക്ഷെ മോർ ദാൻ ദാറ്റ് ഈ പറഞ്ഞ ഒരു കെയറും അതൊരു സെൽഫ് ഗിവിങ്ങും, അതായത് ഒരു ഇങ്ങനെയുള്ള കുറച്ച് സംഗതികളും വേണം. എങ്കിലേ ഇതിനകത്ത് നല്ലപോലെ തിളങ്ങാനും അവർക്കും കൂടെ ഒരു ഹാപ്പിനെസ് കിട്ടുക. പലപ്പോഴും ഈ ഡോക്ടേഴ്സിൻ്റെ മക്കൾക്ക് അവർ ലൈഫിൽ തുടക്കം മുതൽ ഇത് കാണുന്നതായതുകൊണ്ട് അവർക്ക് അതിനകത്ത് കുറച്ചുകൂടെ താല്പര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു പ്രൊഫഷനെ ശരിക്കും അറിയുന്നത് കൊണ്ടാണ് അവർ കൂടുതൽ അതിനകത്തേക്ക് നോക്കുന്നത്. അതുപോലത്തെ ഒരു സെക്യൂരിറ്റി മറ്റതിലാരും കാണുന്നുമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിനകത്ത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൊന്നാണ് ഈ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻസ് ഏതാണെന്ന് വെച്ചാൽ അത് മെഡിക്കൽ മേഖലയിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അവർക്ക് സെമിനാറുകൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സോ അതൊക്കെ കൊണ്ട് അവരെപ്പോഴും ലൈവാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ, ഒത്തിരി കാര്യങ്ങൾ ഇതിന് അനുകൂലമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സോഷ്യൽ ഫാബ്രിക്കിലായതുകൊണ്ടാണ് ഈ ഇതിൻ്റെ വാല്യൂ പലപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന ആൾക്കാർ എല്ലാം ഈ വാല്യൂസൊക്കെ ഉണ്ടോ എന്ന് നമുക്കത് പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു പർപ്പസിലേക്ക് ഒരു സമൂഹത്തെ സേവിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ വലിയൊരു പ്രയാസക്കാരായപ്പോൾ മാറും ഇത്. എന്തായാലും നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ ഈ കോൺവെർസേഷൻ കുറച്ച് ഹെൽപ്പ് ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഇത്ര നേരം ഞങ്ങളോട് സമയം ചിലവഴിച്ചത് സാറിന് നന്ദി. താങ്ക് യു.